ഇതും കൂട്ടി ഒരു 16,000ാമത്തെ തവണയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ഇനി നിങ്ങൾ കള്ളുപിടിച്ച ഉറപ്പാണ് നിങ്ങളുടെ കാശും പോകും, നിങ്ങളുടെ തലയും പോകും. അല്ലെ, കള്ളുപിടിച്ച കാശ് പോകും എനിക്ക് മനസ്സിലായി, തല പോകുന്ന കാര്യം മനസ്സിലായില്ല. ഇന്ന് നിങ്ങൾ കള്ളു കുടിച്ചിട്ട് വരുമ്പോ ഞാൻ ഒരു ഒലക്കെടുത്ത് നിങ്ങളുടെ തലക്കിട്ട് തരുമല്ലോ, അതോടുകൂടി നിങ്ങളുടെ തല പോകുമല്ലോ. അതുകൊണ്ട് അപ്പാപ്പൻ ചീത്ത പറഞ്ഞു. ഞാനൊന്ന് വിളിച്ച DGP വരെ ഇവിടെ എത്തും. ഞാനൊന്ന് വിളിച്ചാൽ ആരും വരില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. പ്ലീസ് മാഡം, എന്റെ കാര്യത്തിലൊരു തീരുമാനമെടുത്ത കാശ് തന്നു. നമസ്കാരം സ്വാമി. മന്ത്രവാദി ഭഗവാന്മാരൊക്കെ തുണിയിട്ട് മൂടിയിട്ട് താൻ വെള്ളടിക്ക കോഴിക്കാലും കടിച്ചു പറിച്ച് അപ്പൊ താൻ തട്ടിപ്പാണല്ലേ. നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. നിന്റെ ബാധ ഒഴിപ്പിക്കല് നിന്നെ വിട്ടുന്ന് തന്നെ ഒഴിപ്പിച്ച് തരാടാ. നീ അമ്മേ കുടുംബിയെ ഞാൻ പിടിച്ചു. അപ്പ അവിടെ ഉണ്ടല്ലോ. എന്താ കേശവ? കഴിഞ്ഞു. ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. നിങ്ങൾക്കും എന്നെ പോലെ സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലെ പറയായിരുന്നു. അത് കുഴപ്പമില്ലടി, നീ എന്നെ പോലെ നുണ പറഞ്ഞോ? ഇതിനെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റൂലട്ടാ. പാലെടുക്കുമ്പോ പറയും കട്ടൻ വേണമെന്ന്, കട്ടൻ കൊടുക്കുമ്പോ പറയും ചൂടുവെള്ളം വേണമെന്ന്, ചൂടുവെള്ളം കൊടുക്കുമ്പോ പറയും പച്ചവെള്ളം വേണമെന്ന്. ഞാൻ കൊച്ചുകുട്ടിയല്ലേ? പിന്നെ കൊച്ചുകുട്ടി ഇവിടെ ദേഷ്യം കണ്ടിട്ടുണ്ടാ. ഇന്ന് രാവിലെ എന്നെ മറ്റേ ഗ്ലാസ് എടുത്തെറിഞ്ഞേള്. മോഹൻ തോമസിന്റെ ഉറ്റവർ വാടകയ്ക്ക് വിളിപ്പിച്ച സാധാ തഗ്ഗുകൾക്ക് ഉന്നം പിഴച്ചിരിക്കാം, പിഴയ്ക്കാം. പക്ഷേ കാഞ്ചി വലിക്കുന്നത് ഹൈദരാലി വില ഉറപ്പിച്ചെടുത്തവരാണെങ്കിൽ ഉന്നം പിഴക്കില്ല, ഒരൊറ്റ ബുള്ളറ്റിന് പോലും. അത് പറയണം, പറഞ്ഞ് ബോധിപ്പിച്ചു കൊടുക്കണം. ഞാൻ വരും. എല്ലാവുള്ളൊരു രാത്രിയിൽ ഭാരതപ്പുഴ നീന്തിക്കിടന്ന് ആരും അറിയാതെ ഞാൻ വരും. ഉറപ്പാണോ? ഉറപ്പ് പറയുന്നില്ല. അതെന്താ? എനിക്ക് നീന്താൻ അറിയില്ല. എന്റെ അച്ചായ, നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ എന്നെ ഇപ്പൊ പറ. എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ആള് വരും. ഈ കാര്യം ഞാൻ നിന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അന്ന് വിളിച്ചോണ്ട് പോവാൻ പറഞ്ഞു. അപ്പൊ നിന്റെ അമ്മ പറഞ്ഞ വാക്കെന്തരെന്നറിയാമോ? വിറ്റ സാധനം ഞങ്ങൾ തിരിച്ചെടുക്കത്തില്ല, വച്ചനുഭവിരുന്നു. മലയാളികളുടെ മൊത്തം പ്രശ്നമാണത്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അത് മാറണം. അവരെന്ത് വേണേലും വിചാരിക്കട്ടെ, നമ്മളുടെ കാര്യം നമ്മൾ തീരുമാനിക്കണം. ഈ ഒരു കാഴ്ചപ്പാട് മാറാണ്ട് മലയാളികൾ ഒരിക്കലും രക്ഷപ്പെടാനില്ല. അവരെന്ത് വിചാരിക്കും? എന്നാ നീ പോവണ്ട. അല്ലേ പോയേക്കാം, ഇല്ലേ അവരെന്ത് വിചാരിക്കും? ഇരുപതുകാറ് നിരനിരയായി തെരുവിതിലൂടെ പറക്കുമ്പോ അതിലൊരു കാറ് ഇവിടൊരു പാവം പ്രജയുടെ മേലിടിച്ചയ്യോ. മന്ത്രിക്കേറെ സ്പീഡിൽ പോണം, റോഡിൽ കാറ് ഫ്ലൈറ്റിന് തുല്യം. മന്ത്രിയെ പയ്യപ്പോ, കാറിൽ കയറി പയ്യപ്പോ. മന്ത്രിക്കേറെ സ്പീഡിൽ പോണം, റോഡിൽ കാറ് ഫ്ലൈറ്റിന് തുല്യം. മന്ത്രിയെ പയ്യപ്പോ, കാറിൽ കയറി പയ്യപ്പോ. വെറുതെ ഒന്നും അല്ലല്ലോ എന്നെ കെട്ടിയത്. എന്റെ അച്ഛൻ നിങ്ങൾ ചോദിച്ചൊക്കെ തന്നില്ലേ? നിന്റെ അച്ഛൻ എനിക്ക് എന്തിട്ടുണ്ടാക്കി നടി പറഞ്ഞ? ചോദിച്ച 10 തന്നില്ലേന്ന്. 10 രൂപ വണ്ടി കാശും 10 രൂപ ചായക്കാശും. എന്നിട്ട് ഉള്ള അച്ഛൻ എന്നോട് ചോദിച്ചു, ഇതിലെന്തേലും കുറയ്ക്കാൻ പറ്റാ മോനെന്ന്. എനിക്ക് വേണമെങ്കിൽ വിള കുറച്ചിട്ട് ആ 10 കൊണ്ട് പോവായിരുന്നു. ഞാനത് ചെയ്തില്ല. മനുഷ്യനെ ഇതിനകത്ത് ഗോപിപ്പിള്ള ഉണ്ടാടി. ഗോപിപ്പിള്ള. ഗോപിപ്പിള്ളയാ? എടി നമ്മൾ കടയിൽ ചെന്നിട്ട് പൈസ ഇല്ലാത്തപ്പോഴേ നമ്മൾ ഫോൺ എടുത്ത് ചെന്തെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് നീ പൈസ അയക്കുമല്ലോ. എന്നെ അത് ഗോപിപ്പിള്ളയല്ല, ഗൂഗിൾ പേ. അങ്ങനെ ആദിത്യൻ കതിരു കണ്ടേ താരാതീനം താരാ.
இந்த அண்ணாமலை ஜெயிப்பா, நிச்சயமா ஜெயிப்பா. இது அந்த திருவண்ணாமலை சிவமேல சத்தியம். ആദ്യം പഠിച്ചത് തറ, പിന്നെ എങ്ങനെ നന്നവനാ പറ, എങ്ങനെ നന്നവനാ. കണ്ടു വളർന്നത് കുപ്പി, അത് കൊണ്ടു നടന്നതെൻ്റപ്പൻ, പിന്നെ എങ്ങനെ നന്നവനാ പറ, എങ്ങനെ നന്നവനാ. അന്ന് ടീച്ചർ വരച്ചത് മുട്ട, ഇന്ന് പാതി പുഴുങ്ങിയ മുട്ട, അത് കൂട്ടിയടിച്ചത് പൊട്ട, പിന്നെ എങ്ങനെ നന്നവനാ പറ, എങ്ങനെ നന്നവനാ. കൂട്ടിന് 4 പേരുണ്ട്, നാട്ടില് ചീത്ത പേരുണ്ട്, കൂട്ടിന് കിട്ടിയ പെണ്ണും മന്തിക്ക് കട്ടക്ക് കൂടാറുണ്ട്, പിന്നെ എങ്ങനെ നന്നവനാ പറ, എങ്ങനെ നന്നവനാ. ആദ്യം പഠിച്ചത് തറ, പിന്നെ എങ്ങനെ നന്നവനാ പറ, എങ്ങനെ നന്നവനാ. ഓടി വന്നേ, അവിടെ 2 അകിട് കിടക്കുന്നു. അകിട് അടിയാൻ പറ്റുന്നല്ലോ, പശുവിനെ കറക്കുമ്പോ സൂക്ഷിച്ച് കറക്കണമെന്ന് പറഞ്ഞാൽ അകിട് സഖ്യത്തിൽ കറക്കി താഴെ ഇട്ടേക്കുവാ. അതല്ല, പിന്നെ ഈ ഇരുമ്പില് ചരടിലൊക്കെ ഇങ്ങനെ കെട്ടത്തില്ലേ? എടി വെളിവില്ലാത്തോളം എനിക്ക് ഒരാനവാല് പിഴുതു തരുവോ? പിഴുതരെന്തോന്ന് കപ്പേ പറിച്ചു തരുവോ? പറിച്ചെന്തോന്ന് പുല്ല. എനിക്കൊരാനവാല് തരുവോ? എന്താ കാര്യം? എന്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പേടിയൊക്കെ മാറാൻ വേണ്ടിട്ട് ആനവാലിന്റെ ഞാനിപ്പോ തിരക്കിലാണ്. തിരക്കിനിടയിൽ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. കത്തോ? ആർക്കടി കത്ത്? എടി ആർക്കാന്ന്? എന്തിനാ ചൂടാവുന്നേ? രഹസ്യമായ കത്താണെങ്കിൽ ആരെങ്കിലും സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കോ? അപ്പൊ നീ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ? എഴുതിയിരുന്നു, കല്യാണത്തിന് മുൻപ്. അത് ശരി. 2 പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യം എന്നോട് തുറന്നു പറയുന്നത്? നിന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്യും. അയ്യോ, പ്രേമലേഖനൊന്നുമില്ല. പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംതിയിലേക്കാ രഹസ്യം എഴുതിയിരുന്നത്. അതാണോ? ഇനി എന്നെ ഡ്രൈവാഷ് ചെയ്യോ? ഇല്ല, എന്തു ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു മഞ്ഞ നൂലിൽ കോർക്കുന്ന ഒരു താലിയല്ല. അതിനൊരു പവിത്രതയുണ്ട്, പരസ്പരം വിശ്വാസം വേണം. ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിച്ചത് സ്നേഹിച്ച് കഴിച്ചതാണ്. അങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു 2 മാസം കഴിഞ്ഞപ്പോ ആ പവിത്ര ബന്ധം അങ്ങോട്ട് പോയി. അദ്ദേഹം മദ്യപാനിയായിരുന്നു. എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, വിട്ടു. പിന്നെ ഇതൊരു പവിത്ര ബന്ധമാണല്ലോ എന്നോർത്ത് തുടർന്നു ഞാൻ 2ാമതൊരു കല്യാണം കഴിച്ചു. പവിത്ര ബന്ധമായിരുന്നു, പക്ഷെ അതൊരു 3 മാസം നിന്നുള്ളൂ. ഡിവോഴ്സായി. അയാൾ കുടിയനല്ലായിരുന്നു, ഞാൻ കുടിച്ചു തുടങ്ങിയിരുന്നു. അപ്പൊ അത് അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ അത് പോയി. പിന്നെ ഇതൊരു പവിത്രമായ ബന്ധമാണല്ലോ, അങ്ങനെ ഞാൻ 3ാമതൊരു കല്യാണം കഴിച്ചു. ഇപ്പൊ ഞങ്ങള് സുഖവും സന്തോഷവുമായി അടിച്ചു പൊളിച്ചു ജീവിക്കും. കുടി നിർത്തി? ഞാൻ കുടി നിർത്തിയില്ല, അദ്ദേഹം കുടി തുടങ്ങി, ഞാനും കുടി തുടങ്ങി. ഇപ്പൊ 2 പേരും നല്ല അസലായിട്ട് കുടിക്കും. ഇപ്പൊ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ മനസമ്മതത്തിന് പറയണമായിരുന്നു. ഇപ്പൊ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കണ്ടപ്പോ കുഴപ്പമില്ലായിരുന്നു, പടം ഓടി തുടങ്ങിയപ്പോഴല്ലേ പൊളിഞ്ഞെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, നായകൻ കൊള്ളൂല്ലെങ്കിൽ പടം പൊളിയും. എങ്ങനെയാണ്? നായകൻ കൊള്ളൂല്ലെങ്കിൽ പടം പൊളിയും. ഈ പൊളിഞ്ഞ പടത്തിന് നായകന് കിട്ടിയ ദേശീയ അവാർഡാണ് നിൽക്കുന്നത്. ഇന്ന് ചന്തയിൽ പോയില്ലേ? പോണം. വരുമ്പോ എനിക്ക് എന്തോ കൊണ്ടുവരും. എന്തിനു വേണം? ഒന്നും വേണ്ട, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ചെല്ലമ്മ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? എങ്ങനെ അറിഞ്ഞു? ചിമ്മിനികളൊക്കെ എരിയുന്ന കണ്ടു. ആരോ പാടുന്നത് കേട്ടല്ലോ, എഞ്ചിൻ പുരയിൽ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ, കള്ളം. നല്ല പാട്ടായിരുന്നു. ചുമ്മാ ഒറ്റയ്ക്കിരുന്നപ്പോൾ അറിയാതെ പാടിപ്പോയി. അതിനുശേഷം ഞാൻ ഇവിടെ. വൈകുന്നേരത്തെ കഞ്ഞിക്ക് ചുട്ട പപ്പടം വേണോ, ഇട്ടിച്ച ചമ്മന്തി വേണോ? ശരി, മനസമാധാനം എനിക്ക് തരുമോ? ഞാൻ തരാറുണ്ടല്ലോ. എന്നാ പിന്നെ വയ്ക്കൂടെ? ഞാൻ പോവല്ലേ? താളം ചവിട്ടുന്ന എന്തിന്? ഞാൻ പോവാണെന്ന്. എന്നാ പോ, കാണിക്കല്ലേ. എന്ത് പറ്റി മോളെ? ചേട്ടാ, വീട് തീ പിടിച്ചു. ഞാനും മോനും ഒറ്റയ്ക്കുള്ളൂ. എനിക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, സ്റ്റെപ്പൊക്കെ ആകെ പോയി. ഒന്ന് ഫയർഫോഴ്സിനെ വിളിക്കോ വേഗം. ഓക്കെ, ഫയർഫോഴ്സിനെ എപ്പോ വിളിക്കാം. പക്ഷെ അത്ര നേരം വരാൻ കുറച്ച് എന്തായാലും 5-10 മിനിറ്റ് സമയം പിടിക്കും. ആ ചെറിയ കുട്ടിക്ക് അത്രയും ചൂട് താങ്ങാൻ സാധിക്കില്ല. കുട്ടിയെ സേഫ് ആക്കാൻ നോക്ക്. അയ്യോ എന്റെ മോനെ, ഇനി എന്താ ചെയ്യാ ചേട്ടാ? എന്താ ചെയ്യാ? ഒരു വഴി പറഞ്ഞാ ചേട്ടാ. ഒരു കാര്യം ചെയ്യ്, കുട്ടിയെ കണ്ടിട്ട് ഞാൻ പിടിക്കാം. താഴേക്കിടാനൊന്നും പറ്റില്ല. അയ്യോ, താഴേക്കിടാനൊന്നും പറ്റില്ല. എന്റെ പൊന്നു പോന്ന് നോക്കണം. കുട്ടിയാ ചെറിയ കുഞ്ഞാണ്, എങ്ങനെ താഴേക്കൊക്കെ ഇടാൻ പറ്റിയ? ഒന്നും കൊണ്ട് പേടിക്കണ്ട മോളെ. നോക്ക്, കണ്ട ഗ്ലൗ, കണ്ട ജേഴ്സി, കണ്ട ബൂട്ട്സ്. ഞാൻ ഒരു നാഷണൽ പ്ലെയർ ആണ്, ഗോൾ കീപ്പർ. എങ്ങനെട്ടല്ലേ ചാടി പിടിച്ചോളും. അയ്യോ മോനെ, ഇനി വേറെ നിവൃത്തിയല്ലോ. ചേട്ടാ, നിങ്ങൾ ശരിക്കും പിടിക്കൂലോ അല്ലെ? യെസ് മോളെ, ട്രസ്റ്റ് മീ. എങ്ങനെട്ടല്ലേ ചാടി പിടിക്കും. ഗോൾ കീപ്പറാണ് ഞാൻ. അതെ, എനിക്ക് കുറച്ച് പൈസ വേണം. എനിക്ക് കുറച്ച് പൈസ വേണോന്ന്. പൈസ
ഇന്നലെ ഒരു 50 ഉറുപ്പ് വന്നിട്ടേ അതെന്താക്കി നീ? 50 രൂപക്കല്ലേ മീൻ മേടിച്ച്? 50 ഉറുപ്പന്റെ മീൻ മേടിച്ച് കൂട്ടിയ നീ? ഇത്ര മീൻ മേടിച്ചതിനാണോ ഇത്ര വലിയ ഭാവം? എന്ത് എനക്കൊന്നും കിട്ടിയില്ല, ഞാൻ ചോദിച്ചിട്ട് പോയില്ലോ. ഉണ്ണേട്ടാ എനിക്ക് ദേഷ്യം വരും കേട്ടാ. നിങ്ങൾ ഈ പിശുക്കി എന്തുണ്ടാക്കാൻ പോവാ? കുറെ നാളായി നോക്കി വെച്ചേക്കാണ്, ഞാൻ ക്ഷമിക്കാണ്. തള്ളയ്ക്ക് കൊണ്ടാലേ മക്കള് പഠിക്കും, തന്തയ്ക്ക് കൊണ്ടാലും മക്കള് പഠിക്കും. തന്തയ്ക്കുള്ള ഇച്ചിരി പുളിക്കും, തള്ളയ്ക്ക് കൊള്ളാനും ഇത്തിരി പുളിക്കും. നീ അടി മാറി വിളിക്കല്ലേ? വാ മാടി വിളിക്കാൻ അടി വാ. പിന്നെ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാണ്ട്. എന്താണ്? നമ്മളെ കല്യാണത്തിന്റെ അന്നേ എന്റെ ഒപ്പങ്ങളെ കയ്യിൽ കുറച്ച് പൈസ എന്നാണ്ട് ചെവിയിൽ എന്തോ പറഞ്ഞില്ല, അതൊന്ന് പറഞ്ഞുതരുമോ? അതെനിക്കറിയണ്ടേ. അതെന്താ വെച്ചാലേ പൈസ ആണെങ്കിൽ ഇനിയും എത്രയും തരാം, ഈ മുതലിനെ ഇനി അങ്ങോട്ട് പറഞ്ഞേക്കരുത് എന്നാണ്. അങ്ങനെ പറഞ്ഞോ? പിന്നത്തെ അതന്നെ പറഞ്ഞു. എടി നമ്മുടെ തെക്കേലെ സന്തോഷില്ലേ? സന്തോഷ്. നീ അവന്റെ ഭാര്യ ഉഷ. ഉഷ അവൾ ഒരു വില കൂടിയ സാരി ഉടുത്തോണ്ട് പോകുന്ന ഞാൻ ഇന്നലെ കണ്ടു. പക്ഷെ അവൾ ഉടുത്തോണ്ട് പോയതിന്റെ കോലം കണ്ടേച്ചാലും മതി. എന്തായിരുന്നു? നീ അവിടെ ബ്ലൗസ് കണ്ടോ? അവിടെ ബ്ലൗസിന്റെ പുറവശം ഒന്ന് കാണണം. വെട്ടി തുറന്ന് മലത്തി വെച്ചേക്കാണ്. അവളുടെ എല്ലാ ബ്ലൗസും അങ്ങനെ തന്നെ. കണ്ണെടുക്കത്തില്ല നമ്മള്. സത്യം, പെണ്ണുങ്ങൾക്ക് പോലും കാണുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനത് പറയാഞ്ഞിട്ടാ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയി തോന്നി. ഞാൻ എന്തെങ്കിലും വന്ന് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളും കുറച്ച് കളർ കൂടുതൽ അവക്കാണല്ലോ. സത്യം എടി പോടിയാതെ അവള് മേക്കപ്പാണ്. ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വരുന്നത്. നിന്റെ നാച്ചുറൽ സൗന്ദര്യമല്ലേ? ഞാൻ നിന്നോട് ചോദിച്ചല്ലേ നീ ഇന്ന് എന്തെങ്കിലും ചെയ്തോ? സത്യമായിട്ട് ഞാൻ ഇന്നൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. മേക്കപ്പാണ് മൊത്തം. അവള് കംപ്ലീറ്റ് മേക്കപ്പാണ്.